മേയർ, ഈ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് ഈ തോട് കയ്യേറി കെട്ടിടം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുകയാണ്. അത് പൊളിച്ചു മാറ്റണം എന്നൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നു. പക്ഷേ കോർപ്പറേഷൻ അതിന് ഒത്താശ ചെയ്യുന്നു, കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്യുന്നു എന്നൊരു ആക്ഷേപമാണ് CPM ഉൾപ്പെടെ അവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ കയ്യേറ്റം പൊളിച്ചു മാറ്റുക എന്നുള്ളത് തന്നെയാണ് കോർപ്പറേഷൻ്റെ ലക്ഷ്യം. അവിടെ കയ്യേറ്റം നടന്നിട്ടുള്ളത് ഏതാണ്ട് 2016 കയ്യേറ്റം നടന്നിട്ടുള്ളത്. അന്നിവിടെ LDF ഭരണസമിതി ആയിരുന്നു. ഇവിടെ ഒരു പാമ്പൻ സതീഷ് കുമാർ എന്നയാൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കയ്യേറ്റം ഇവിടെ പൊതുജന മധ്യേ വരുന്നത്. ആ 2016 കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാതി കൊടുക്കുകയും 2018 വരെ അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 2018 കോർപ്പറേഷൻ ഒരു പ്രൊവിഷണലായി ഒരു നോട്ടീസ് അയക്കുകയും പൊളിച്ചു മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷമാണ് KK ബിൽഡേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേ പോയിട്ടുള്ളത്. ആ വിഷയത്തിൽ അവർക്ക് സ്റ്റേ ലഭിക്കുകയും ചെയ്തു. അവർക്ക് സ്റ്റേ ലഭിച്ചത് 2016-18 കാലയളവ്, അതുവരെയുള്ള കാലയളവിലെ 18 വരെയുള്ള കാലയളവിലെ എല്ലാ അനധികൃത നിർമ്മാണങ്ങൾക്കും റെഗുലറൈസേഷൻ കിട്ടി എന്നുള്ളതാണ്. അന്ന് അവിടെ ഭരണസമിതി ഇവിടെ LDF ആണ്, EP ലതയാണ് മേയർ, സംസ്ഥാനത്തും ഇടതുപക്ഷം തന്നെയാണ് ഭരിക്കുന്നത്. ആ ഭരണസ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തി അവരുടെ എല്ലാ അനധികൃത നിർമ്മാണങ്ങൾക്കും റെഗുലറൈസ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ആ റെഗുലറൈസേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേ ലഭിച്ചത്. അതേസമയം കൻ്റോൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള കയ്യേറ്റത്തിന് അവർ പൊളിച്ചു മാറ്റേണ്ടിയും വന്നു. അവിടെ നിർമ്മാണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റു KK ബിൽഡേഴ്സിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് ആ കൻ്റോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ആ വിഷയത്തിൽ കൻ്റോൺമെൻറ്റിന് എതിരെ അവർക്ക് സ്റ്റേ കിട്ടിയില്ല. കൻ്റോൺമെൻറ്റിലെ കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റി. അതേസമയം ഞങ്ങളുടെ കോർപ്പറേഷൻ പരിധിയിലുള്ള സ്ഥലത്തിൻ്റെ കയ്യേറ്റങ്ങൾക്ക് റെഗുലറൈസേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർക്ക് സ്റ്റേ കിട്ടിയത്. പിന്നീട് നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 2025 ഫെബ്രുവരി 28 ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ഉത്തരവ് എന്ന് പറയുന്നത് പൊളിച്ചു മാറ്റാനുള്ളതല്ല. ആ ഉത്തരവ് എൻ്റെ മുമ്പാകെ ഉണ്ട്. ആ ഉത്തരവിൽ പറയുന്നത് അവരെ ഹിയറിംഗ് നടത്താനും കയ്യേറ്റങ്ങൾ റെഗുലറൈസ് ചെയ്ത കയ്യേറ്റങ്ങൾ ഏത്, അല്ലാത്തവ ഏത് എന്ന് കൃത്യമായി തിട്ടപ്പെടുത്തി അതിനുശേഷം അവരുമായി ഒരു ചർച്ച നടത്തി തീരുമാനമെടുക്കുക എന്നുള്ളതാണ് തീരുമാനം. ഇവിടെ ഓർഡർ വന്നിട്ടുള്ളത്. ഓർഡർ എൻ്റെ മുമ്പാകെയുണ്ട്. ഇവിടെ കുറച്ച് നേരത്തെ ബഹുമാനപ്പെട്ട OK ബിനീഷ് നടത്തിയ പത്രസമ്മേളനം കാണാൻ സാധിച്ചു. അതിൽ പല രീതിയിലുള്ള തെറ്റിദ്ധാരണ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു തഹസീൽദാർ പൊളിക്കാൻ നോട്ടീസ് കൊടുത്തു എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ തഹസീൽദാർ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു കടലാസ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. ആ കടലാസ് എന്താണെന്ന് വാങ്ങി നോക്കണമായിരുന്നു. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഓർഡർ എൻ്റെ മുമ്പിലിരിക്കുന്നു, ഫയൽ എൻ്റെ മുമ്പിലിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാം. കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് പൊളിക്കണം എന്ന് തന്നെയാണ് കോർപ്പറേഷൻ്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായ തീരുമാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഈ വിഷയത്തിൽ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഇതിൽ പറയുന്നത് 15 ദിവസത്തിനകം നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം റെഗുലറൈസ് ചെയ്തത് ഒരു ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടത്തി, എഞ്ചിനീയറിംഗ് വിഭാഗവും റവന്യൂ വിഭാഗമൊക്കെ ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടത്തി കയ്യേറ്റങ്ങൾ കണ്ടെത്തി അതിൽ കൃത്യമായി റെഗുലറൈസ് ചെയ്തത് ഏതൊക്കെയാണെന്ന് തരംതിരിച്ച് അതിന് ശേഷം ആവശ്യമായ രീതിയിൽ അവരെ അനുരഞ്ജനം നടത്തി തീരുമാനമെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്തിൻ്റെ ഓർഡറാണ്? ഇപ്പോൾ ട്രൈബ്യൂണലിൻ്റെ ഓർഡറാണോ ഇത്? ട്രൈബ്യൂണലിൻ്റെ ഓർഡർ ട്രൈബ്യൂണൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഏറ്റവും അവസാനമായി വന്ന ഓർഡർ. അത് ഏറ്റവും അവസാനമായി പൊളിക്കണം എന്ന് പറയുന്നില്ല. പൊളിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇതാ ഓർഡർ എൻ്റെ മുമ്പാകെ ഉണ്ട്. ഇത് വളരെ കൃത്യമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളെ മുമ്പാകെ കാണിക്കാം. അതിനൊരു വിഷയവുമില്ല. പൊളിക്കണമെന്ന് പറഞ്ഞില്ല. ഇവിടെയും പൊളിക്കണമെന്ന് പറഞ്ഞില്ല. ഇതിൽ യഥാർത്ഥത്തിൽ ഇത് തുടക്കത്തിൽ വളരെ കൃത്യമായി പൊളിക്കാമായിരുന്നു. ഈ 2016 ഈ കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇവിടെ സൂചിപ്പിച്ച അദ്ദേഹത്തിന് കൂടി കക്ഷി ചേർത്തുകൊണ്ടാണ് ഈ ഓർഡർ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ഓർഡറിൽ പറയുന്നുണ്ട് 4ാമത്തെ കക്ഷി സതീഷ് കുമാർ പാമ്പൻ ശാന്തി ചാലാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലാസം. അദ്ദേഹത്തിനടക്കം വന്ന ഉത്തരവാണിത്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് കോർപ്പറേഷനിൽ പരാതി തന്നപ്പോൾ
കൃത്യമായി നടപടി എടുത്തിരുന്നുവെങ്കിൽ, അതേസമയം നടപടി എടുക്കാതെ അദ്ദേഹത്തിന് KK ബിൽഡേഴ്സിന് എല്ലാ അനുകൂലമായും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി കാലതാമസമുണ്ടാക്കി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഏത് ഭരണസമിതിയാണെന്ന് ഇവിടെ കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാകും. 2018 വരെ ആരാണ് ഇവിടെ ഭരിച്ചിരുന്നത്, ഈ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്, അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് ആരായിരുന്നു എന്നൊക്കെ വളരെ കൃത്യമായി രേഖകളുണ്ട്. ഇവിടെ ജനങ്ങളെ എന്തും പറഞ്ഞ് വിട്ടികളാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ മറ്റൊരു വിഷയം, ഇവിടെ കടന്നപ്പള്ളിയുടെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ വഴിയുണ്ടാക്കിയെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ആ വഴിയുണ്ടാക്കിയത് കടന്നപ്പള്ളിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല, കോർപ്പറേഷൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് അന്നത്തെ അവിടുത്തെ ഡിവിഷൻ കൗൺസിലറായിരുന്ന C. സമീർ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിൻ്റെ അദ്ദേഹം വെച്ച പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് BRB പ്രസിൻ്റെ ഇടത് ഭാഗത്തു നിന്നും ഈ പ്രദേശത്തേക്ക് താവക്കര അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയെന്ന രീതിയിലാണ് അവിടെ ഡ്രെയിനേജ് മുകളിൽ ഭിത്തി കെട്ടി സ്ലാബ് നിർമ്മിക്കുന്ന പ്രവൃത്തി തുടങ്ങിയത്. കടന്നപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വെച്ചത് BRB പ്രസ്സിന് വലതുവശം ഒരു 3-4 വീടുകൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ചെറിയ വർക്കാണ് അവിടെ വെച്ചിട്ടുള്ളത്. അല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇതൊക്കെ വിവരാവകാശം ചോദിച്ചാൽ കിട്ടുന്ന വിവരമാണ്. അല്ലാതെ ജനങ്ങളിങ്ങനെ കണ്ണടച്ച് എല്ലാ കാര്യത്തിലും കളവ് പ്രചരിപ്പിച്ച് അത് സത്യമാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ജനങ്ങൾ ഇതൊന്നും വന്നിട്ട് അന്വേഷിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഇത്തരത്തിൽ നിരന്തരം കളവുകൾ പറഞ്ഞ് കോർപ്പറേഷനെ പ്രതിക്കൂട്ടി നിർത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയം ജനങ്ങൾ അറിയണമെന്ന ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ പറയുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് ഈ കയ്യേറ്റങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോൾ ഈ 2024 ഈ 2 ഭാഗത്തു നിന്നും ഈ സ്ലാബ് ഇട്ട് ഒരു റോഡ് എന്നുള്ള രീതിയിലേക്ക് പോയ ഘട്ടത്തിലാണ് ഇത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ്. ഈ 2016 അതൊന്നും ഈ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അല്ലാതെ തെറ്റല്ലേ? അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ 2016 ഈ സതീഷ് കുമാർ പാമ്പൻ എങ്ങനെയാണ് പരാതി കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ അവിടെ നേരത്തെ വഴിയുണ്ടായിരുന്നില്ല, വലിയ തോടാണ്. അവിടെ ഈ പറയുന്നത് പോലെ താവക്കര അമ്പലത്തിലേക്ക് ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ആളുകൾക്ക് താവക്കര അമ്പലം ഭാഗത്തേക്ക് പോകണമെങ്കിൽ ചുറ്റി അങ്ങ് പ്രഭാത് വഴി ആ റോഡിലൂടെ പോകണം, 5 കണ്ടി വഴി പോകണമെന്നുള്ളതാണ്. അപ്പോൾ അവിടത്തേക്ക് ബസ് ഇറങ്ങി വരുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ അവിടെ ഈ പറയുന്നത് പോലെ താവക്കര അമ്പലം ഭാഗത്തേക്ക് അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്, അവർക്ക് അതിലേക്ക് പോകാനുള്ള ഒരു എളുപ്പമാർഗം എന്ന രീതിയിലാണ് അവിടെ ആ ഒരു വഴി ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തെ കൗൺസിലർ കോർപ്പറേഷൻ്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, സമീറായിരുന്നു കൗൺസിലർ, ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവൃത്തി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സെക്രട്ടറി അവിടെ എത്തി, KK രാഗേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി, അവിടെ സെക്രട്ടറി വന്ന് സെക്രട്ടറിയാണ് ഉറപ്പ് നൽകിയത്, ഇത് പൊളിച്ചു മാറ്റും എന്നൊരു ഉറപ്പ് സെക്രട്ടറി നൽകിയിട്ടുണ്ട്. അതിലേതെങ്കിലും തരത്തിൽ ചട്ടലംഘനമുണ്ടോ? സെക്രട്ടറി പൊളിച്ചു മാറ്റണമെന്ന് തന്നെയല്ലേ പറയില്ലേ? സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സെക്രട്ടറി പൊളിച്ചു മാറ്റും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരു CPMൻ്റെ ജില്ലാ സെക്രട്ടറി വിളിക്കുമ്പോഴേക്കും അവിടെ ഓടിച്ചെല്ലേണ്ട കാര്യമില്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുക എന്ന് തന്നെയാണ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. അത് പറഞ്ഞത് തെറ്റില്ല. പക്ഷേ സെക്രട്ടറി ഉത്തരവ് അന്നേരം ആ ഉത്തരവ് സെക്രട്ടറിക്ക് ലഭിച്ചിട്ടില്ല. സെക്രട്ടറി ഉത്തരവ് ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം ആ രീതിയിൽ സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ നിർമ്മാണം എന്തായാലും പൊളിക്കണം എന്ന് മേയറും പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് നടപടി? തീർച്ചയായും അത് പൊളിക്കേണ്ടത് തന്നെയാണ്. ഒരിക്കലും കയ്യേറ്റങ്ങൾ അനുവദിക്കാൻ പാടില്ല. കാരണം കോർപ്പറേഷൻ്റെ ഒരു പ്രൊജക്റ്റ് വെച്ചിട്ട് ആ പദ്ധതി പൂർത്തിയായത് ജനങ്ങൾക്ക് ഗുണപരമായില്ല എന്നുള്ളതാണ്. കോർപ്പറേഷൻ്റെ ഒരു 50 ലക്ഷം രൂപ ചെലവഴിക്കുമ്പോൾ സ്വാഭാവികം അത് വെക്കുന്നത് ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോർപ്പറേഷൻ പദ്ധതികൾ വെക്കുന്നത്. ആ ഗുണം ജനങ്ങൾക്ക് ലഭിക്കണ്ടേ? തീർച്ചയായും അത് ലഭിക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യണമെന്ന് തന്നെയാണ്, കയ്യേറ്റം പൊളിക്കണമെന്നാണ്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ നിർദ്ദേശങ്ങൾ, ട്രിബ്യൂണലിൻ്റെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പൊളിക്കാൻ ആവശ്യമായ എല്ലാ നടപടി വളരെ വേഗത്തിൽ ചെയ്യുമെന്ന് തന്നെയാണ് പറയാനുള്ളത്.